ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമൻ പോണെന്ന് പ്രമാണിച്ച് നമ്മുടെ കോഴീനൊന്ന് ശരിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറിയാക്കി എടുക്കണം. അപ്പോൾ അതാ മാമനും അമ്മയും കൂടിയാണ് കേട്ടോ ശരിപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഞാൻ തൂവല് പറിക്കണത് അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്തോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷേ കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ കഴിക്കൂട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതാ ചെറുള്ളിയിലാണ് കേട്ടോ നമ്മൾ നാടൻ കോഴിക്കറി ഉണ്ടാക്കി എടുക്കുന്നത്. സവാളയും കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ചെറുള്ളി വെച്ചുണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ. കുറേ ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ നല്ല കുറേ കറിവേപ്പില. നമ്മൾ പ്രാവശ്യം കുമ്പളങ്ങ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ്. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടാണ് നമ്മളത് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. മസാലയൊക്കെ അമ്മമ്മ നല്ല മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. മറ്റേ അമ്മിക്കല്ലൊക്കെ ഉണ്ട് വീട്ടിൽ, പക്ഷെ കൈ കൊണ്ട് ആർക്കും വയ്യാത്ത കാരണം നമ്മളിപ്പോൾ മിക്സിയിലാണ് വറുത്തരയ്ക്കണ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ കോഴീനെ നമ്മൾ ശരിപ്പെടുത്തിക്കാൻ അതിന് തൂവലൊക്കെ ഇനി ബാക്കി ഉണ്ടാവുമല്ലോ, നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ തൊലി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കോഴിക്കറിയിൽ, വീട്ടിൽ നിന്ന് തന്നെ ഇതാക്കുന്ന കോഴിയിൽ നമ്മൾ തൊലി എടുക്കാറുണ്ട്. നല്ല ഭയങ്കര ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പീസാക്കി തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ തൊലി എടുക്കുന്നത് കാരണം തന്നെ അതിന്മേൽ തൊലിയുമിൽ കുറേ തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കരിയിച്ചെടുക്കുകയാണ് കേട്ടോ. ഗായ്സ്, നമ്മുടെ കിണറ്റിൽ 2 മുട്ട കിളിതാ മുട്ട ഇട്ടതാ കാണുന്നുണ്ടോ ഗായ്സ്? നമ്മുടെ കിണറ് കിളി പറന്നു പോച്ചു. ഇതെന്താ മേത്തൊക്കെ പൊന്ന മാറാലിയോ? ഗൈസിന് 2 കോഴിയുള്ളൂ. എന്റെ 2 കോഴികൾ. 4 എണ്ണം ഉണ്ടായിരുന്നു, 5 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിനെ ആമിക്കുട്ടി കൊന്നു. ആമി സോപ്പും പെട്ടിയിൽ ഇട്ടിട്ട് ഇനിതാ 2 എണ്ണത്തിനെ പിടിച്ചു. 2 എണ്ണം കൂടി ഉണ്ട്. സുനിമാമ വെള്ളിയാഴ്ച ഗൾഫ് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, വീട്ടിൽ കോഴി ഉണ്ടല്ലോ, പിന്നെ എന്തിന് വെറുതെ കുത്തിവെച്ച കോഴിയൊക്കെ വെറുതെ മേടിച്ച് കഴിക്കുന്നേ. എന്ന് വെച്ചാൽ അൽഫാമും ഫ്രൈഡ് ചിക്കനും കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2 എണ്ണത്തിനെ പിടിക്കാന്ന്. നമ്മുടെ 3 കിളികൾ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ കിടക്കണ കണ്ടോ? കൊത്തി താഴെ ഇട്ടിട്ടുണ്ട്. കുറേ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, മേലേക്ക് പടർത്തി വിട്ടേക്ക. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, എവിടേക്കൊക്കെയോ നിൽക്കുന്നുണ്ട്. അതാ അവിടെ നിൽക്കുന്ന കൂടുതലും മേലെയാണ് നിൽക്കുന്നത്, ആ ഭാഗത്ത്. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വിശന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മിച്ചറും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഒരു കഷ്ണം കേക്കൊക്കെ ഉണ്ടായിരുന്നു. ആമിക്കുട്ടി എന്തൊക്കെയോ കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ കറി അല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ തന്നെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, ബിരിയാണി നെയ്ച്ചോർ എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നോ അത് നിങ്ങൾക്ക് പറയാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മേലെ തൂവാൻ വേണ്ടിയിട്ടേ. പിന്നെ നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ആദ്യം എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കുറച്ചും കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്യ് മാത്രമേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ, ഡാൽഡയൊക്കെ ഞാൻ കുറച്ചായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു പാക്കറ്റുള്ള കാരണം അതിന് കുറച്ച് ഐറ്റംസൊക്കെ ഞാനിങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രാമ്പും പിന്നെ എന്താ പറയുക ഏലക്കായ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ബിരിയാണിയിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് കാരണം എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കഷ്ണം എന്താ പറയുക ഡാൽഡയും കൂടി ഇടുന്നുണ്ട് കേട്ടോ നെയ്യിൻ്റെ കൂടെ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എന്താ പറയുക നമ്മുടെ അരി ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉള്ളിയും കൂടി റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, കാരണം ഇതിന് മേലെ തൂവാനായിട്ട്.
അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാണോ കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് എങ്ങനെ വെച്ചാലാണ് എനിക്ക് തൃപ്തി ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലെ റോസ്റ്റ് ചെയ്തിട്ട് ഉള്ളിയും പിന്നെ എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പം ഇതാണ് എൻ്റെ ബിരിയാണി വെപ്പ് ഇവിടെ കഴിഞ്ഞ്. ബിരിയാണി, നെയ്ച്ചോറ് എന്ത് വേണമെങ്കിലും പറയാം. നെയ്യാണ്ട് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നെയ്ച്ചോറൊന്ന് വിളിച്ചോളൂ. ഞാൻ കുറച്ച് നെയ്യും കൂടി മേലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ മഞ്ഞപ്പൊടി ജസ്റ്റ് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ മേലെ മേലെ ഇങ്ങനെ ജസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ബിരിയാണി പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രശ്നം അത് ചെയ്തില്ല കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് പുതിയൊരു മാജിക് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ അവളുടെ എഴുത്തും പിടുത്തൊക്കെ കണ്ടോ. അതുമ്പോൾ എഴുതി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൾ. അപ്പം നമ്മുടേതാ ബിരിയാണി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സലാഡും ഒക്കെ കൂടി ഞാനൊരു പിടുത്തം പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.